പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായേക്കും. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമവും അയോധ്യ സംഭാവന കൊള്ളയും പ്രതിപക്ഷം ഉയർത്തും. അയോധ്യ ക്ഷേത്രക്കൊള്ളയിൽ നരേന്ദ്രമോദിയും ജന്തർ മന്ദിലെ വിദ്യാർത്ഥി വേട്ടയിൽ അമിത്ഷായും മറുപടി പറയും വരെ ശക്തമായ പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പാർലമെന്റിൽ എത്തണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പാർലമെന്റിൽ പങ്കെടുക്കാതെ പാർലമെന്റ് ലൈബ്രറി കെട്ടിടത്തിലെ ഓഡിറ്റോറിയത്തിൽ ചേർന്ന NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു. ഇരുവർക്കും പാർലമെന്റിൽ വരാൻ പേടിയാണെന്ന് പ്രതിപക്ഷം പരിഹസിച്ചു. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നിർണായക യോഗം ഇന്ന് മഹാരാഷ്ട്രയിൽ തുടങ്ങും. ഛത്രപതി സംഭാജി നഗറിലെ അഭിജിത് ദീപ്കെയുടെ വസതിയിലാണ് യോഗം ചേരുക. ഇന്നും നാളെയുമായി നടക്കുന്ന യോഗത്തിൽ പാർട്ടി വക്താക്കളും പ്രധാനപ്പെട്ട പ്രവർത്തകരും പങ്കെടുക്കും. യുവാക്കളെയും വിദ്യാർത്ഥികളെയും നേരിട്ട് കണ്ട് സംവദിക്കാൻ രാജ്യവ്യാപക പര്യടനവും തുടർ സമര പരിപാടികളും ചർച്ചയാകും. വിവരങ്ങളുമായി കാർത്തു കുഞ്ഞുമോൻ ചേരുന്നുണ്ട്. കാർത്തു, ജന്തർ മന്ദിറിലെ സമര വിജയത്തിന് ശേഷം CJPയുടെ ആദ്യ യോഗം ഇന്ന് നടക്കുകയാണ്. എന്തൊക്കെയാണ് യോഗം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും അനുരഞ്ജന, കോക്രോച്ച് ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഇന്ന് ഏറെ നിർണായകമായ യോഗം തന്നെയാണ് ചേരുന്നത്. അതും മഹാരാഷ്ട്രയിൽ ഛത്രപതി സംഭാജി നഗറിലെ അഭിജിത് ദീപ്കെയുടെ വസതിയിലാണ് ഇത്തരത്തിൽ യോഗം ചേരുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും CJPയുടെ ഭാവി പരിപാടികളെ സംബന്ധിച്ചുള്ള നിർണായകമായ കാര്യങ്ങളായിരിക്കും യോഗത്തിൽ ചർച്ചയാകുക. ഇന്നും നാളെയുമായി നടക്കുന്ന യോഗത്തിൽ CJP പാർട്ടി വക്താക്കളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പ്രവർത്തകരുമായിരിക്കും പ്രധാനമായും പങ്കെടുക്കുക. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഒരു മാസം നീണ്ടുനിന്ന നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിനൊക്കെ ഒടുവിൽ അത് വിജയം കൈവരിച്ചതിന് ശേഷം ഈ പ്രവർത്തകരോടും അതുപോലെ തന്നെ അനുഭാവികളോടും കുടുംബങ്ങളോടൊപ്പം ഇനി സമയം ചെലവഴിക്കുക എന്നൊരു നിർദ്ദേശം നൽകിയായിരുന്നു അഭിജിത് ദീപ്കെ ജന്മനാട്ടിലേക്ക് മടങ്ങിയിരുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട CJPയുടെ ഭാവി പരിപാടികൾ സംബന്ധിച്ച ചർച്ചയുണ്ടാകുമെന്ന് അന്ന് തന്നെ അഭിജിത് ദീപ്കെയും അതുപോലെ തന്നെ CJPയുടെ മറ്റ് പ്രവർത്തകരും അറിയിച്ചിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് പിന്നാലെ മടങ്ങിയ CJP പ്രവർത്തകരുടെ നിർണായക യോഗമാണ് ഇന്ന് ചേരുക. ഇന്നും നാളെയുമായിട്ടായിരിക്കും യോഗം നടക്കുക. കൂടാതെ തന്നെ ഈ കോർ കമ്മിറ്റിയിലെ പ്രവർത്തകരോട് സൗരവ് ദാസ് അടക്കമുള്ള പ്രവർത്തകരോട് നിർദ്ദേശം നൽകിയിരുന്നു. ഭാവിയിലുള്ള പരിപാടികളിലേക്ക് യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കണം എന്നൊരു കാര്യം നിർദ്ദേശം നൽകിയിരുന്നു. അതിനുശേഷമായിരിക്കും യോഗം ചേരുക. ആ യോഗത്തിൽ ഇക്കാര്യങ്ങൾ വിദ്യാർത്ഥികളുടെ അടക്കം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണമെന്നൊരു നിർദ്ദേശമായിരുന്നു CJP പ്രവർത്തകരോട് നൽകിയിരുന്ന ഒരു നിർദ്ദേശം. അതനുസരിച്ച് വിദ്യാർത്ഥികളുടെ അടക്കം അഭിപ്രായങ്ങൾ സ്വീകരിച്ച് അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്താണ് എന്ന കാര്യവും ഈ യോഗത്തിൽ നിർണായകമായ ചർച്ചയ്ക്ക് വരുമെന്ന് തന്നെയാണ് കരുതുന്നത്. കൂടാതെ തന്നെ യുവാക്കളും വിദ്യാർത്ഥികളുമായി നേരിട്ട് കണ്ട് സംവദിക്കാൻ രാജ്യവ്യാപക ഒരു പ്രകടനം നടത്താനുള്ള ഒരു തീരുമാനവും ഈ യോഗത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. കൂടാതെ തന്നെ ജാർഖണ്ഡ്, പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കും CJPയുടെ നിലപാട് എന്ന കാര്യത്തിലും ഇന്ന് ഏറെ നിർണായകമാണ്. അത് സംബന്ധിച്ച ചർച്ചയടക്കം ഇന്ന് യോഗത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ അതിനൊപ്പം തന്നെ E20 വിഷയങ്ങളും ചർച്ചയാകാനുള്ള സാധ്യത ഉണ്ട്. അത് സംബന്ധിച്ച CJPയുടെ തീരുമാനം എന്ത് എന്ന കാര്യത്തിലും നിർണായകമാണ് ഇന്നത്തെ ചർച്ച എന്ന് പറയുന്നത്. CJP രാഷ്ട്രീയ പാർട്ടി ആക്കാനുള്ള ഒരു തീരുമാനമുണ്ടോ എന്ന ചോദ്യത്തിൽ അഭിജിത് ദീപ്കെ അന്ന് അതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഉത്തരം നൽകിയിരുന്നില്ല. എന്തായാലും ഇന്ന് നിർണായക യോഗം ചേരുകയാണ്. നമുക്കറിയാം പോലെ ഒരു മാസം നീണ്ടുനിന്ന ജന്തർ മന്ദറിലെ പ്രതിഷേധം വലിയ രീതിയിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രതിഷേധമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അതിൽ അവർക്ക് വിജയം നേടാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ CJPയുടെ നിലപാട്, അവരുടെ പ്രവർത്തനങ്ങൾ എന്താണ് എന്നത് നിർണായകമാണ്. അത് രാജ്യം ഉറ്റുനോക്കുന്നത് തന്നെയാണ്. ഒരു കോടതിയുടെ പരാമർശത്തിന് പിന്നാലെ രൂപം കൊണ്ട ഒരു പാർട്ടി, ആ പാർട്ടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തുടങ്ങിയ
പ്രതിഷേധം ഫലം കാണുന്ന ഒരു സാഹചര്യം. വലിയ രീതിയിലുള്ള ഒരു പിന്തുണയായിരുന്നു CJP എന്നൊരു പാർട്ടിക്ക്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വളർന്ന് പന്തലിച്ച ഒരു പാർട്ടിക്ക് പിന്നീട് കണ്ടത്. രാജ്യം കണ്ട ഏറ്റവും വലിയ യുവജന പ്രക്ഷോഭത്തിലേക്ക് അത് മാറാൻ തന്നെ കാരണമായ ഒരു പാർട്ടി. അതുമായി ബന്ധപ്പെട്ട ഇനിയുള്ള യോഗങ്ങൾ ഏറെ നിർണായകമാണ്. വരും ദിവസങ്ങളിൽ എന്തായിരിക്കും CJPയുടെ പ്രവർത്തനങ്ങളും ഇനി എന്ത് നിലപാടിലേക്കായിരിക്കും CJP കടക്കുക എന്നത് ഏറെ നിർണായകമാണ്. അതിനാൽ തന്നെ ഇന്ന് നടക്കാൻ പോകുന്ന യോഗത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചർച്ചയാകും, ഇനി വരും ദിവസങ്ങളിൽ എന്തെല്ലാം പരിപാടികളാണ് CJP മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിച്ചത് എന്ന കാര്യത്തിൽ നിർണായകമായ ദിനം തന്നെയാണ് ഇനിയും ഉണ്ടാവുക. അതിനാൽ തന്നെ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും അടക്കം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ചായിരിക്കും തങ്ങൾ മുന്നോട്ട് പോകുക എന്നൊരു സൂചനയാണ് ഈ ഒരു നിലപാടിൽ, അല്ലെങ്കിൽ CJP പ്രവർത്തകരോട് യുവജനങ്ങളുടെ അഭിപ്രായം ചോദിക്കണമെന്ന ഒരു നിലപാട് CJP പ്രവർത്തകർ എടുത്തതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇനി തുടർന്നുള്ള നടപടികൾ സംബന്ധിച്ച് നിർണായക ചർച്ചയാണ്, അല്ലെങ്കിൽ നിർണായക യോഗമാണ് ഇന്ന് മഹാരാഷ്ട്രയിൽ നടക്കുന്നത്. അനുരഞ്ജന. ശരി. രാജ്യം കണ്ട ഏറ്റവും വലിയ യുവജന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ജന്തർ മന്ദറിലെ സമര വിജയത്തിന് ശേഷം നടക്കുന്ന ആദ്യ നിർണായക യോഗം ഇന്ന് മഹാരാഷ്ട്രയിൽ തുടങ്ങുകയാണ്. ഇന്നും നാളെയുമായി നടക്കുന്ന യോഗത്തിൽ പാർട്ടി വക്താക്കളും പ്രധാനപ്പെട്ട പ്രവർത്തകരും എല്ലാം പങ്കെടുക്കും. പാർട്ടിയുടെ മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വരുന്ന ദിവസങ്ങളിൽ ഇന്നും നാളെയും നടക്കുന്ന ചർച്ചകളിലൊക്കെ തന്നെയായിട്ടുള്ള തീരുമാനം അറിയാൻ സാധിക്കും. കാത്തു കുഞ്ഞുമോനാണ് വിവരങ്ങൾ നൽകിയത്. അധ്യാപകന്മാർ ഉൾപ്പെട്ട വടകരയിലെ MDMA കേസിൽ റിമാൻഡിലായ മരുത്തോങ്കര സ്വദേശിനിയും നേരത്തെ പേരാമ്പ്ര BRCയിലെ അധ്യാപികയുമായിരുന്ന KC കീർത്തനയ്ക്കായുള്ള കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ വടകര NDPS കോടതിയാണ് പരിഗണിക്കുക. കീർത്തനയെ ആദ്യം കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും അധ്യാപികമാരായ കാവ്യയും നീഷ്മയും ഉൾപ്പെട്ട മറ്റു പ്രതികളെ കൂടി SIT കസ്റ്റഡിയിൽ വാങ്ങുക. കേസിൽ ജൂൺ 28-ന് അറസ്റ്റിലായ വടകര താഴേങ്ങാടി സ്വദേശി റിസ്വാനയിൽ നിന്നാണ് അധ്യാപികമാർ ഉൾപ്പെട്ട ലഹരിക്കടത്ത് കേസിന്റെ നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നത്. കീർത്തന, കാവ്യ, നീഷ്മ എന്നീ അധ്യാപികമാർക്ക് പുറമെ റിസ്വാനെ കൂടാതെ ഡെലിവറി ബോയ് ജിജിൻ കുര്യാക്കോസും ഈ കേസിൽ റിമാൻഡിൽ കഴിയുകയാണ്. അതേസമയം കേസിൽ പ്രതികൾ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഇത് പിന്നീടായിരിക്കും കോടതി പരിഗണിക്കുക. കേസിലെ മുഖ്യ സൂത്രധാരനായ വയനാട് ബത്തേരി സ്വദേശിക്കായുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്.